ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ കെൻസി ലൈഫ് സ്റ്റൈലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരു ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി ആയിട്ട് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഹോട്ടൽ സ്റ്റൈലിൽ അതേ രുചിയുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസിയാണ്. അപ്പോൾ ചാനലിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും ചാനൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ക്യാരറ്റിൻ്റെ ഹാഫ് മുറിച്ചത്, 2 വലിയ ഉള്ളി, 5 പച്ചമുളക്, 1 ഉരുളൻകിഴങ്ങ് മുറിച്ചതും പിന്നെ കുറച്ച് കരിവേപ്പിലയും, ഇഞ്ചി, വെളുത്തുള്ളി, ചപ്പ്, 2 സ്പൂൺ നാരങ്ങാനീർ, പിന്നെ 6 ഏലക്ക, 3 കഷ്ണം പട്ട, 3 ഗ്രാമ്പു. ഇനി നമുക്ക് തേങ്ങാപ്പാലാണ് വേണ്ടത്. ഇത് 1-ാം പാലാണ്. ഇനി 2-ാം പാലാണ്. ഇത് നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കുന്ന പാലാണ്. ഇത് കറിയിലേക്ക് ഫസ്റ്റ് ഒഴിക്കാനുള്ളതാണ്, അപ്പോൾ അതൊന്ന് മാറ്റി വെക്കുക. പിന്നെ ചിക്കൻ. ഇനി 2 സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ചു വെച്ചിരുന്ന ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി സോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കട്ട് ചെയ്ത ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന വെളുത്തുള്ളിയും അതുപോലെ ഇഞ്ചിയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 5 പച്ചമുളക് എടുത്തിട്ട് ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നമ്മൾ കുറേ സ്പൈസസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇനി അരിഞ്ഞ് വെച്ച ക്യാരറ്റും കൂടി ഒന്നിട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി കട്ട് ചെയ്ത് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ആക്കി വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി മറിച്ച് കൊടുക്കാം. ഇതിൽ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുന്നില്ല, അതുകൊണ്ട് 2 സ്പൂൺ നാരങ്ങാനീര് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വീണ്ടും മിക്സ് ചെയ്യുക. ഇനി തേങ്ങാപ്പാലിൻ്റെ 2-ാമത്തെ പാൽ ഒഴിച്ച് കൊടുക്കാം. അതായത് നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കുന്ന പാലാണ്. 3/4 കപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 1-ാമത്തെ പാൽ മാറ്റി വെക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊരു 3 മിനിറ്റ് വേവിക്കാൻ വേണ്ടി മാറ്റി വെക്കുക. ഇനി 3 മിനിറ്റിന് ശേഷം നമുക്ക് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി മാറ്റി വെച്ചിരുന്ന ചപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി തൂമിക്കാൻ ആവശ്യമുള്ള എണ്ണ എടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും പിന്നെ കരിവേപ്പിലയും കൂടി നന്നായിട്ടൊന്ന് തൂമിച്ചെടുക്കുക. ഇനി ഇതൊന്ന് ചിക്കൻ സ്റ്റൂവിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ ഈസിയാണ്. ഇതൊരു ഹോട്ടൽ സ്റ്റൈൽ ചിക്കൻ സ്റ്റൂവിൻ്റെ അതേ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബായ്.